നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോ അക്കാദമി സമരം ഒത്തുതീർപ്പാക്കാനുള്ള CPM ശ്രമം പാളി. ചർച്ച നടത്തിയത് ഡയറക്ടർ നാരായണൻ നായരെ AKG സെന്ററിലേക്ക് വിളിച്ചു വരുത്തി. പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കില്ലെന്ന് ലക്ഷ്മി നായർ. രാജിവരെ സമരമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ. ലോ അക്കാദമിയുടെ പേര് പറയാതെ മുഖ്യമന്ത്രിയുടെ സ്വാശ്രയ കോളേജ് വിമർശം. ഉത്തർപ്രദേശിൽ വിജയിക്കുമെന്ന് അവകാശപ്പെട്ട് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും. 300-ലധികം സീറ്റുകളോടെ അധികാരത്തിലെത്തുമെന്ന് നേതാക്കൾ. നോട്ട് നിരോധനത്തിന് അനുകൂലമായ വിധിയെഴുത്താണുണ്ടാവുകയെന്ന് അമിത്ഷാ. വിവാദ പ്രസംഗത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം. അതിരപ്പള്ളി പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി. വൈദ്യുതി ബോർഡിന് 6000 കോടി രൂപയുടെ കടം. നിരക്ക് വർധന റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുമെന്നും MM മണി. അധികാരമേറ്റ് ആദ്യ ആഴ്ച തന്നെ അമേരിക്കൻ പ്രസിഡന്റിന് തിരിച്ചടി. മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം വിലക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് കോടതിയുടെ ഇടക്കാല സ്റ്റേ. വിസയുള്ളവർക്ക് രാജ്യത്ത് തുടരാമെന്നും കോടതി. ഓസ്ട്രേലിയൻ ഓപ്പൺ ക്ലാസ് ഫൈനലിൽ റോജർ ഫെഡറർ ചാമ്പ്യൻ. നദാലിനെ തോൽപ്പിച്ചത് 5 സെറ്റ് പോരാട്ടത്തിൽ. നേടിയത് 18ാം ഗ്രാൻഡ് സ്ലാം കിരീടം. രാഹുൽ അഖിലേഷ് സഖ്യം ഉത്തർപ്രദേശിൽ എന്ത് റിസൾട്ട് ഉണ്ടാക്കും? RSSന്റെയും BJPയുടെയും വിദ്വേഷ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുമെന്ന പ്രഖ്യാപനത്തോടെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സംയുക്ത പ്രചാരണത്തിന് തുടക്കമിട്ടു. സംയുക്ത വാർത്താ സമ്മേളനത്തിന് ശേഷം രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും നടത്തിയ റോഡ് ഷോ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 300 സീറ്റിലധികം നേടി അധികാരത്തിലെത്തുമെന്ന് അഖിലേഷ് യാദവ് അവകാശപ്പെട്ടപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും സഖ്യം തുടരും എന്ന സൂചനയാണ് രാഹുൽ നൽകിയത്. ഈ സഖ്യം ഉത്തർപ്രദേശിന് ഇഷ്ടമാണെന്ന പ്രശാന്ത് കിഷോറിന്റെ പ്രചാരണവാചകം എഴുതിയ വേദിയിലേക്ക് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി അഖിലേഷ് യാദവും ഒന്നിച്ചാണെത്തിയത്. സഖ്യത്തെ ഗംഗാ യമുന സംഗമത്തോട് ഉപമിച്ച് രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം തുടങ്ങി. രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന RSSനും BJPക്കുമെതിരെയാണ് സഖ്യമെന്നും ഉത്തർപ്രദേശിലെ ജനത രാജ്യത്തിന് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുമെന്നും രാഹുൽ പറഞ്ഞു. हिस्ट्री में उत्तर प्रदेश ने अलग अलग समय देश को दुनिया को जवाब दिया है. 1857 में जब इस देश में कंपनी राज था, उत्तर प्रदेश की सब प्रोग्रेसिव फोर्सेस मिली, एक साथ खड़ी हुई और उन्होंने कंपनी राज का जवाब दिया. उसी प्रकार आज हम क्रोध की राजनीति, गुस्से की राजनीति, बांटने की राजनीति और कंपनी को हिंदुस्तान के धन देने की राजनीति का जवाब दे रहे हैं. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സഖ്യം തുടരാനുള്ള സാധ്യതയുണ്ടെന്നും രാഹുൽ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനിറങ്ങുമോ എന്ന് സ്വയം തീരുമാനിക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. നോട്ടില്ലാതാക്കിയ BJPക്ക് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്ന് പറഞ്ഞ അഖിലേഷ് യാദവ് സഖ്യം അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസമാണ് വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പ്രകടിപ്പിച്ചത്. സൈക്കിൾ കൈക്കൊപ്പം നിൽക്കുമെന്നും അഖിലേഷ് പറഞ്ഞു. कम से कम कांग्रेस पार्टी और समाजवादी पार्टी मिलकर के लोगों के बीच में भरोसा पैदा कर करके उनको साथ लेके चलने का काम होगा, क्योंकि बात आपसे होगी ज्यादा, इसलिए मैं बहुत लंबी बात नहीं करना चाहता हूं. साइकिल के साथ हाथ हो और हाथ के पास साइकिल हो तो सोचो रफ्तार कितनी होगी. और ये 2 पहिए हैं, उम्र में भी ज्यादा फासला नहीं है. अगर साइकिल के 2 पहिए हैं तो हम और राहुल जी यहाँ बैठे हुए 2 पहिए हैं, बन करके तेजी से आगे बढ़ाएंगे चीजों को. മായാവതിയെ സഖ്യത്തിലേക്ക് വിളിക്കാത്തതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ആനച്ചിഹ്നമുള്ളവർക്ക് കൂടുതൽ സീറ്റുകൾ നൽകേണ്ടി വരുമെന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ മറുപടി. BJPയുടെ രാഷ്ട്രീയമല്ല BSPയുടേത് എന്ന വാക്കുകളോടെ രാഹുൽ ഗാന്ധി മായാവതിക്ക് മികച്ച സർട്ടിഫിക്കറ്റ് നൽകി. ജെ സതീഷ് കുമാർ, ന്യൂസ് 18 ഡൽഹി. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു കോട്ടയം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ PS ശ്രീധരൻപിള്ള BJP നേതാവ്, മാധ്യമപ്രവർത്തകൻ ശ്രീ VB പരമേശ്വരൻ എന്നിവരും കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ PM സുരേഷ് ബാബു, ഇന്നത്തെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അതിനുശേഷമുണ്ടായ റോഡ് ഷോയിലൊക്കെ SPയുടെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ ആവേശഭരിതരായിരിക്കും. ചെറുപ്പക്കാരായ 2 നേതാക്കൾ ഇരിക്കുകയും രാഷ്ട്രീയം പറയുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ പക്ഷേ അപ്പുറത്ത് അധികാരിയാണ് നേരിടാനുള്ളത്. BJP അമിത്ഷായും നരേന്ദ്രമോദിയും ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമായി കാണുന്നിടമാണല്ലോ UP.
ഏത് നിലക്ക് വിജയമുണ്ടാക്കാനാകും എന്നാണ് കോൺഗ്രസിന് പ്രതീക്ഷ? വലിയ മുന്നേറ്റമുണ്ടാക്കാനാകും എന്ന അഖിലേഷിൻ്റെയും രാഹുലിൻ്റെയും സംയുക്ത അവകാശവാദത്തെ മുഖവിലക്കെടുക്കേണ്ടതുണ്ടോ? എടുക്കാമോ? ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് പാർട്ടി ഇതിനകത്ത് ഒരു സെക്കൻഡാണ്. വളരെ ഗൗരവമായി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അഖിലേഷിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി ഫസ്റ്റ് പാർട്ടിയായിട്ടും കോൺഗ്രസ് പാർട്ടി സെക്കൻഡ് പാർട്ടിയുമായിട്ടാണ് അതിൻ്റെ കിടപ്പ്. ആ കിടപ്പ് അനുസരിച്ച് രണ്ട് ചെറുപ്പക്കാരായ നേതാക്കന്മാർ സമൂഹ മധ്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും ഒരു തരത്തിലുമുള്ള കളങ്കവും ഇതുവരെ ഏറ്റിട്ടില്ലാത്ത നേതാക്കന്മാർ. ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെയധികം നിർണായകമായ സ്വാധീനം ചെലുത്തേണ്ടുന്ന UP പോലെയുള്ള പ്രദേശത്ത് BJPയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്ര നിർമ്മാണമാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതപരമായ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ഒരു സംസ്ഥാനത്ത് പ്രോഗ്രസീവ് അജണ്ട വെച്ച് പുരോഗമനമായ ആശയങ്ങളെ വെച്ചുകൊണ്ട് പുരോഗമന നയങ്ങളിലൂടെ പരിപാടികളിലൂടെ അധസ്ഥിതിക വർഗത്തിന് മുന്നോട്ടേക്ക് വരാനും ജനങ്ങളുടെ ദുരിതത്തിനൊരാശ്വാസം കൊടുക്കാനുമുള്ള പരിപാടികൾ, ആശയങ്ങൾ അത് മുന്നോട്ട് വെച്ച് കളങ്കരഹിതമായ ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കുമെന്ന പ്രസ്താവന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ, ആ ഡിറ്റർമിനേഷന് വളരെയധികം ജനപിന്തുണയുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഈ രണ്ട് നേതാക്കന്മാരും UP ഭരണത്തിലേക്ക് SP തിരികെ വരുമെന്നും അതിൻ്റെ കൂടെ കോൺഗ്രസ് നിൽക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരിച്ചു വരാം. ശ്രീ PS ശ്രീധരൻപിള്ള, അഖിലേഷിന് ഭരണാധികാരി എന്ന നിലയിൽ തരക്കേടില്ലാത്ത പേരുണ്ട്. സമീപകാലത്ത് പാർട്ടിക്കകത്ത് അധികാരമുറപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസം കൂടെയുണ്ട്. രാഹുൽ ഗാന്ധി കൂടെ ചേരുകയാണ്. രണ്ടാം പാർട്ടിയായി നിൽക്കാനുള്ള അവരുടെ മനസ്സുകൂടെ, അത്രയൊക്കെ ഉള്ളൂ ആ പാർട്ടി. അവിടെ ആ നിലയാണ് പാർട്ടിക്കുള്ളതെങ്കിൽ തന്നെയും ഈ സഖ്യം ഏതെങ്കിലും നിലക്ക് BJP ലക്ഷ്യമിടുന്ന വൻ വിജയത്തിന് ഭീഷണിയാകും എന്ന് താങ്കൾ കണക്കാക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപജയത്തിലേക്ക്, പരാജയത്തിലേക്കാണ് അവർ പോകുന്നത്. കാരണം വ്യക്തമായും ഒറ്റക്ക് ഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും രംഗത്തിറക്കി അവരുടെ പേരും പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ശേഷം തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ കേവലം 400 സീറ്റുള്ള സ്ഥലത്ത് 100 സീറ്റ് ഒതുങ്ങിക്കൊണ്ട് ഒരു പ്രാദേശിക കക്ഷിയുടെയും പിന്നിൽ ഒരു ദേശീയ കക്ഷി ഇത്രയും അപമാനിതമായിട്ട്, കാരണം അവരുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ ഗതികേടിലേക്ക് ആ പാർട്ടി എത്തിയിരിക്കുന്നു. UP ഭരിക്കുന്നവരല്ലേ ഇന്ത്യ ഭരിക്കുക സാധാരണ ചരിത്രത്തിൽ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് 100 സീറ്റിൽ മത്സരിക്കുന്ന ഒരു കക്ഷിയായിട്ട് അപ്പൊ എന്തിനാണ് ഷീലാ ദീക്ഷിതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ പ്രചരണത്തിന് ഇറക്കിയ ശേഷം എന്ത് സംഭവിച്ചു? ഓരോ ദിവസം കഴിയും തോറും അവരുടെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. രാമക്ഷേത്രം, തീർച്ചയായിട്ടും രാമക്ഷേത്ര നിർമ്മാണം ഞങ്ങളുടെ പ്രതിബദ്ധതയാണ്. പക്ഷെ വ്യവസ്ഥാപിതമായ നിയമമാർഗത്തിലൂടെ ചെയ്യുള്ളൂ. അതിനൊരിക്കലും പാർട്ടി പിന്നോട്ട് പോയിട്ടില്ല. അത് ആർക്കും എതിരുമല്ല. കാരണം ശ്രീരാമൻ ഒരു മതത്തിന്റെ സിമ്പലായിട്ട് സുരേഷ് ബാബു പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തള്ളിപ്പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. ഒരു നിമിഷം ശ്രീ ശ്രീധരൻപിള്ള, ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ആയിരുന്ന കോൺഗ്രസ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് പിന്നിൽ 105 സീറ്റുകളിൽ മാത്രം മത്സരിച്ചേക്കാം എന്ന നില സ്വീകരിച്ച് പിന്നോട്ട് പോകുന്നത്, അങ്ങനെ സമവായത്തിന് തയ്യാറാകുന്നത്, താഴെ നിന്നിട്ടാണെങ്കിലും BJPക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം, BJPയുടേത് രാജ്യത്തെ വിഭജിക്കുന്ന നയങ്ങളാണ് എന്ന് രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ പിന്നോട്ട് നിന്ന് ഭരിക്കാൻ അഖിലേഷ് യാദവിനെ അനുവദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നയിക്കാൻ അഖിലേഷ് യാദവിനെ അനുവദിച്ചുകൊണ്ട് പിൻവാങ്ങി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ആ നയനിലപാടുകളെ ഭയപ്പെടേണ്ടതല്ലേ? അങ്ങനെ നിന്നിട്ടാണെങ്കിൽ തന്നെയും BJPയെ തോൽപ്പിക്കണം എന്ന നിശ്ചയദാർഢ്യം ആ പാർട്ടിക്കുണ്ടാവുകയില്ലേ? അല്ല, വോട്ടിന്റെ കണക്ക് വെച്ച് നോക്കിക്കോളൂ. കണക്കനുസരിച്ച് ഉത്തർപ്രദേശ് നമ്മൾ നോക്കുമ്പം കോൺഗ്രസും ഞാൻ ചോദിക്കട്ടെ, ഒറ്റക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ അവരിപ്പോ കോൺഗ്രസിന്റെ പുറകെ പോകേണ്ടി വന്നിട്ടില്ല. കോൺഗ്രസ്സുകാർ ഗതികേട് കൊണ്ടല്ലേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും രംഗത്തിറക്കിയ ശേഷം ഇങ്ങനെ ദയനീയമായിട്ട് അത് പിന്മാറുമ്പോൾ പരാജയത്തിലാണ് ആ രണ്ടു കൂട്ടരും ഉള്ളത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ രണ്ടല്ല. രാഷ്ട്രീയത്തിൽ കോൺഫിഡൻസ് ആണ്.
ജനങ്ങളുടെ വിശ്വാസമാർജിക്കലാണ്. അതിനുള്ള സാഹചര്യത്തിൽ ഈ ആത്മവിശ്വാസം ഇല്ലാത്ത ഇന്നിപ്പോ ഒന്നിച്ച് പത്രസമ്മേളനം നടത്തുമ്പോൾ ആത്മവിശ്വാസം ഉണ്ടാവും. എങ്ങനെയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക? അപ്പൊ അതുകൊണ്ട് എങ്ങനെയും ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഈ വിഭജിക്കുന്നു, വർഗീയമാണ്, ഫാസിസമാണ്, എത്ര കൊല്ലമായി ഇവരിത് പറയുന്നു, എത്രയോ കൊല്ലങ്ങളായി ഇവരിത് പറയുന്നു. പറഞ്ഞിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ ആരെയും സ്വീകരിച്ചത്? ഇന്ത്യയിലെ എന്താ മതേതരത്വമായിട്ട് BJP ചെയ്തിട്ടുള്ളത്? എല്ലാവരും ഉൾക്കൊള്ളുന്നു. ആ ഉൾക്കൊള്ളുന്നത് ദേശീയത അടിസ്ഥാനത്തിലാണ്. രാമക്ഷേത്ര നിർമ്മാണം പോലും ദേശീയത അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതാണ് എന്ന് ശ്രീരാമൻ, നമ്മുടെ രാമരാജ്യ സങ്കല്പം ഗാന്ധിജി പറഞ്ഞു. അതാണ് ഞാൻ തിരിച്ചു വരാം ശ്രീ ശ്രീധരൻ പിള്ള താങ്കളിലേക്ക്. ശ്രീ PM സുരേഷ് ബാബു, രാമക്ഷേത്ര നിർമ്മാണം എന്ന അജണ്ട മുന്നോട്ട് വെക്കുന്നു. അത് ഭരണഘടനയ്ക്കനുസരിച്ച്, നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ നടപ്പാക്കുകയുള്ളൂ എന്ന വാഗ്ദാനമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് വോട്ടായി മാറുകയില്ലേ BJPക്ക് അനുകൂലമായിട്ട്? ഒപ്പം റിസർവേഷൻ സംബന്ധിച്ചുള്ള വിവാദങ്ങളെ അങ്ങനെ ഒരു സംഭവമില്ല എന്ന് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അമിത്ഷാ അക്കാര്യം ഇന്ന് ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. നോക്കൂ, അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് ഈ നോട്ട് നിരോധത്തിൻ്റെ കാലത്ത് പോലും പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസമുണ്ട്. നോട്ട് നിരോധത്തിനെ സംബന്ധിച്ചുള്ള റഫറൻഡം ആകില്ല UPയിലെ തെരഞ്ഞെടുപ്പ്, പക്ഷേ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാണ് എന്ന നിലപാടാണ് ഇന്ന് അഭിമുഖത്തിൽ അമിത്ഷാ സ്വീകരിച്ചത്. അങ്ങനെ കണക്കാക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങനെയും തയ്യാറാണ്, ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ അഖിലേഷിൻ്റെയും രാഹുലിൻ്റെയും ഒന്നിച്ചു നിൽപ്പ്, പക്ഷേ അപ്പുറത്ത് മായാവതിയുണ്ട്, വോട്ട് വേറെ രീതിയിൽ പോകും. രാമക്ഷേത്ര നിർമ്മാണം എന്ന അജണ്ട പ്രധാനപ്പെട്ടതായി മുന്നോട്ട് വെക്കുന്നു. ഇതൊക്കെ വെല്ലുവിളിയാകില്ല എന്നെങ്ങനെയാണ് കണക്കാക്കാനാവുക? ഞാനതൊരു വെല്ലുവിളിയാകില്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ എൻ്റെ വാചകത്തിൽ അങ്ങനെ ഒരു അർത്ഥവുമില്ല. ഇന്ത്യ രാജ്യത്തെ ഇന്നത്തെ രാഷ്ട്രീയ ഘട്ടത്തിൽ വളരെ പേരുകേട്ട് വളരെ പ്രഥമമായി ഗണിക്കേണ്ടുന്ന രണ്ട് ആളുകളാണ് ശ്രീ നരേന്ദ്രമോദിയും അമിത്ഷായും. അവർ കൂടിയിരുന്നു കൊണ്ട് 71 സീറ്റ് ലോക്സഭയിൽ നേടിയതിൻ്റെ അതേ ട്രിപ്ലിക്ക ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്നാഗ്രഹിച്ച് പടപ്പുറപ്പാട് നടത്തുമ്പോൾ സ്വാഭാവികമായും അവരെ റെക്കൺ ചെയ്യേണ്ടുന്നൊരു ഫാക്ടറാണ്, അവരെ പരിഗണിക്കപ്പെടേണ്ടുന്നൊരു ഫാക്ടറാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ ഉള്ള ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ വീരൻപിള്ളക്ക് പറയാൻ കഴിയുമോ 71 ലോക്സഭാ സീറ്റ് വാങ്ങിയതിന് തുല്യമായ അസംബ്ലി സീറ്റ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വാങ്ങിക്കും? അതാണല്ലോ 2 കൊല്ലം മുമ്പ് അധികാരത്തിൽ വരുമ്പോൾ BJPക്ക് കിട്ടിയ സീറ്റിന് തുല്യമായ അസംബ്ലി സീറ്റ് 2.5 വർഷക്കാലത്തെ ജനക്ഷേമകരമായ ഭരണകൂടത്തിൻ്റെ ഭരണപ്രവൃത്തികൾ കൊണ്ട്. അന്ന് BJPയെക്കുറിച്ചൊരു ഇല്യൂഷനേ ഉള്ളൂ. BJP വന്നാൽ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ആകാംക്ഷകൾ മാത്രമേ ഉള്ളൂ. ഈ 2.5 വർഷക്കാലം സാധാരണക്കാരൻ്റെ കയ്യിലുള്ള നോട്ട് പോലും റദ്ദ് ചെയ്ത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ക്ഷേമൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്ത ഒരു ഭരണകൂടത്തിൻ്റെ ഭരണപ്രതിച്ഛായ വെച്ച് ഞങ്ങൾ അവിടെ ഭരണം തിരികെ പിടിക്കുകയല്ല സുരേഷ് ബാബു, ഈ നോട്ട് നിരോധം സംബന്ധിച്ച്, നോട്ട് നിരോധം ഉണ്ടായതിനു ശേഷം ഇപ്പറയുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും BJP തന്നെയാണ് നേട്ടമുണ്ടാക്കിയത് എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് നോട്ട് നിരോധത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് UPയിൽ ജനങ്ങൾ സ്വീകരിക്കുക എന്ന് അമിത്ഷാ പറയുന്നതിനെ പൂർണ്ണമായി തള്ളിക്കളയുക സാധ്യവുമല്ല. അല്ല, ഞാനിത് നേരത്തെ ഒന്നും തള്ളിക്കളയുന്ന ഒരാളല്ല. ഇക്കാര്യത്തിൽ അത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. നോട്ട് നിരോധത്തിൻ്റെ പേരിൽ നോട്ട് നിരോധനത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ദൂഷ്യങ്ങളും ദോഷഫലങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നതും അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചറിയാൻ തുടങ്ങുന്നതിനു മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പുകളാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് യഥാർത്ഥ ബോധമുണ്ട്. നാട്ടിൽ ജോലിയില്ല, നോട്ടില്ല എന്ന് മാത്രമല്ല, ആളുകളുടെ പണിയില്ല, കൂലിയില്ല, ജീവിക്കാൻ മാർഗമില്ല. അത്തരം ദുരവസ്ഥകളെക്കുറിച്ച് അനുഭവത്തിലേക്ക് വരികയാണ്. എത്ര ആത്മവിശ്വാസം ശ്രീ അമിത്ഷായും നരേന്ദ്രമോദിയും BJP നേതാക്കന്മാരും ഈ കാര്യത്തിൽ എടുത്താലും അത് അവർക്ക് തിരിച്ചടിയാകാൻ തന്നെയാണ് പോകുന്നത്. അതാണ് ഒരു യാഥാർത്ഥ്യം. ശ്രീ BB പരമേശ്വരൻ, നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നോട്ട് നിരോധ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന നിലക്ക് മാത്രമല്ല, ജാതി സമവാക്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിരിക്കുന്ന തെരഞ്ഞെടുപ്പാണല്ലോ വരാൻ പോകുന്നത്. ഇന്ന് കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും പ്രവർത്തകർക്ക് സന്തോഷമുണ്ടാക്കിയ ദിവസമായിരിക്കണം. ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നു, BJPയെ RSSനെ തറപറ്റിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ അപ്പോൾ തന്നെയും അത്രക്കങ്ങ് എളുപ്പമല്ല എന്ന് അവർക്ക് തന്നെയും അറിയുമായിരിക്കും.
ഈ ഇരുവരുടെയും സഖ്യം, ഈ കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും സഖ്യം ഏത് നിലക്കായിരിക്കും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുക? ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവവികാസം തന്നെയാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിൽ സഖ്യം ഉണ്ടാക്കിയെന്നുള്ളത്. കാരണം സമീപകാലത്തൊന്നും പിന്നെ സഖ്യം ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രതീതി പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരിക്കൽ പോലും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സമീപകാലത്തൊന്നും ഒരു സഖ്യത്തിൽ മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം പിന്നെ കോൺഗ്രസിന്റെ വോട്ട് എസ് പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം എസ് പിക്ക് എസ് പിയുടേതായ വോട്ട് ബാങ്ക് ഉണ്ട്, അവർക്കത് കിട്ടും. പക്ഷെ ഈ കോൺഗ്രസിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 10-11% വോട്ടുണ്ട്. ആ വോട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് മുഴുവനുമായിട്ട് ഈ സഖ്യത്തിലേക്ക് മറയുമോ എന്നുള്ള സംശയമാണ് പലരും പ്രകടിപ്പിക്കുന്നത്. കാരണം കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയെ കോൺഗ്രസിനകത്തുള്ള പലരും ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. അതിൽ പല കാസ്റ്റ് ഫാക്ടറുണ്ട്, മറ്റ് പല ഘടകങ്ങളുമുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ഒരു വലിയ സഖ്യമായി മാറുമെന്ന് ഒരു ബീഹാറിലുള്ളതുപോലെ ഒരു മഹാഗഡ്ബന്ധനാണ് അല്ലെ മഹാസഖ്യമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, പിന്നെ സുരേഷ് തന്നെ പറഞ്ഞതുപോലെ 2 ചെറുപ്പക്കാരായ നേതാക്കളാണ് അഡ്രസ് ചെയ്യപ്പെടുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഒരു ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പുതിയ വോട്ടർമാരിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ, ഈ പ്യൂർലി കാസ്റ്റ് ബേസ്ഡിലും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പഴയകാല രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വോട്ടിംഗ് ടേൺ ഔട്ട് ഇവർക്ക് അനുകൂലമായി മാറാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും എസ് ടിയിലുള്ള പിന്നെ മൂപ്പിളമ തർക്കത്തിന് ശേഷം ഒരു പുതിയ പ്രതിച്ഛായമായിട്ടാണ് യഥാർത്ഥത്തിൽ അഖിലേഷ് യാദവ് രംഗത്ത് വരുന്നത്. കാരണം അഖിലേഷ് യാദവ് ഇതുവരെ ഭരണരംഗത്ത് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതൊക്കെ തന്നെ അച്ഛന്റെയും അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെ ചെലവിൽ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം യഥാർത്ഥത്തിൽ അഖിലേഷ് യാദവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ തിരിച്ചു വരാം ശ്രീ വി പരമേശ്വരൻ താങ്കളിലേക്ക്. ശ്രീ പി എസ് ശ്രീധരൻ പിള്ള, അതൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? അതായത് മുലായം സിംഗ് യാദവിനെതിരെ നിലപാട് സ്വീകരിച്ച് പാർട്ടിക്കകത്തെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വിജയം നേടി മുന്നോട്ട് വരുന്ന ആൾ കൂടിയാണല്ലോ ചെറുപ്പക്കാരനായ അഖിലേഷ്. ഈ പാർട്ടിയോടുള്ള വിദ്വേഷം ഏതെങ്കിലും നിലക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിൽ നിന്ന് കാര്യങ്ങളെ കുറച്ചുകൂടെ ലളിതമാക്കി കൊണ്ടുവരാൻ, സ്മൂത്തൻ ചെയ്ത് കൊണ്ടുവരാൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഈ പറയുന്ന ചെറുപ്പക്കാരുടെ മുഖം എന്നത് ഏത് നിലക്കായിരിക്കും ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ പോരാട്ടത്തെ സ്വാധീനിക്കുക? അല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ചെറുപ്പക്കാരുടെ മുഖമല്ലേ കാണിച്ചത്? അവിടുത്തെ പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നത്, BJP വിരുദ്ധ ഭാഗത്ത് നിറഞ്ഞു നിന്നിരുന്നത് ഈ 2 ചെറുപ്പക്കാരായിരുന്നു. ആണ് ഞാൻ ചോദിച്ചത് ശ്രീധരൻ പിള്ള, ഈ മുലായം സിംഗിനോടുള്ള അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയോട് ഭരണത്തോടുള്ള വിദ്വേഷം തന്നെയും ആ പാർട്ടിക്കകത്തൊരു പ്രശ്നമുണ്ടാകുന്നതോടുകൂടി അതിനകത്ത് മുലായം സിംഗ് സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും അഖിലേഷ് യാദവ് മുന്നോട്ട് വരികയും ചെയ്യുന്നതോടുകൂടെ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യപ്പെട്ടില്ലേ ആ പാർട്ടി എന്നതാണ്. ആ മുഖം, അഖിലേഷിൻ്റെ പിന്നീട് വരുന്ന മുഖം കുറെ കൂടെ പ്ലീസിംഗ് ആയിട്ടുള്ള, വോട്ട് വന്ന് വീഴാനുള്ള സാധ്യതയുള്ള മുഖമായി മാറിയിട്ടുണ്ടാവില്ലേ എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. അല്ല, അതില് മുലായം സിംഗ് യാദവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു 2 പ്രധാന, ഒന്ന് മുസ്ലിങ്ങളെ, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ യാദവ് സമുദായം. ഈ 2 സമുദായങ്ങളുടെ വോട്ട് കൊണ്ട് കാലാകാലങ്ങളായി ജയിച്ചു വന്നയാളാണ് അദ്ദേഹം. കോൺഗ്രസിനോടൊപ്പം കൂടിയിട്ടുമുണ്ട്, ഒന്ന് സഹകരിച്ചു പോകാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ രംഗങ്ങളെല്ലാം പ്രധാനമായിട്ടും മുലായം സിംഗ് യാദവ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ ആ നിലയ്ക്ക് കിട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ടൊരു പാർട്ടി അത് ഷിഫ്റ്റ് ചെയ്ത് മകനിലേക്കാകുകയും മകൻ കലകത്തിന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുമ്പോൾ പരമ്പരയായിട്ട് അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള, അദ്ദേഹം അധികാര സ്ഥാനങ്ങളിലെല്ലാം ഇരുന്നയാളാണ്. വളരെ അനുഭവ സമ്പന്നനായിട്ടുള്ള നേതാവാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നും പാച്ചപ്പ് ചെയ്ത് പറഞ്ഞാലും എന്താണെന്നുള്ള കാര്യം UP-യിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത്തരത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു ഘടകമാണ്. പിന്നെ ഇതിനൊക്കെ അപ്പുറത്ത് 71 സീറ്റ് തെരഞ്ഞെടുപ്പ് കിട്ടിയെന്ന് പറയുമ്പം മത്സരരംഗത്ത് ജനങ്ങളുടെ വികാരം എന്തായിരുന്നു? ആ വികാരം ഈ ചെറുപ്പക്കാരെ 2 പേരും അന്ന് ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധി പ്രവർത്തിച്ച മേഖല ഏതാ? UP അല്ലേ? ആ UP-യില് അവരെ ദയനീയമായി പരാജയപ്പെട്ട് ഇപ്പം ഞാൻ ആലോചിക്കട്ടെ, കോൺഗ്രസും ദേശീയ പാർട്ടി എന്ന് പറഞ്ഞ് നിൽക്കാൻ ഇനി ഏത് സ്റ്റേറ്റാ ഉള്ളത്? ഓരോ സ്റ്റേറ്റുകൾ എടുക്കുമ്പം ഓരോ സ്റ്റേറ്റിലും വരെ 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ ആണ്. പരമേശ്വരൻ ഈ ചർച്ച പങ്കെടുത്ത് VV പരമേശ്വരൻ ഒരു കാലത്ത് AKജിയുടെ ജീവിതത്തെ അദ്ദേഹം വായിക്കട്ടെ, ഒറ്റയ്ക്ക് ജയിച്ചിരുന്ന, UP-യിലെ പല ഭാഗത്തവർ ജയിച്ചിരുന്നതാണ്. അങ്ങനെയുള്ള ജയിച്ചിരുന്ന 57ലൊക്കെ സീറ്റ് കിട്ടിയ സ്ഥലങ്ങളാണ്.
തീർച്ചയായും അവിടെ തീർച്ചയായും അത് അതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ട് നമുക്ക് ഒരുപക്ഷെ പോകുമ്പോൾ ചർച്ചയിൽക്കകത്ത് പ്രസക്തം പോലുമല്ല അത്, അല്ലേ? അല്ല ഒന്നും അല്ലാതായി തീർന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ബാബു ചോദിക്കുന്ന 71 സീറ്റ് കിട്ടുമോ പാർലമെന്റ് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും മാനദണ്ഡം രണ്ടാണെന്ന് ഞാൻ എന്റെ സുഹൃത്തായ സുരേഷ് ബാബുവിനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഏതായാലും ഒരു കാര്യമുണ്ട്, അവിടെ ബി ജെ പിക്ക് അധികാരം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ തിരിച്ചു വരാം പരാജയം കോൺഗ്രസിനായിരിക്കും. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ വി പരമേശ്വരൻ, ഈ ജാതീയമായിട്ടുള്ള ചേരിതിരിവ്, മായാവതിയുടെ സാന്നിധ്യം, മായാവതിയും കാൻഷിറാമും അങ്ങേയറ്റം ബഹുമാനമുള്ള നേതാക്കളാണ്. ഭരണത്തിലിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം എന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും ഉത്തരം നൽകിയത്. ജാതീയമായിട്ടുള്ള ചേരിതിരിവ്, മായാവതിയുടെ സാന്നിധ്യം, ഒപ്പം മായാവതി കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, ഇതൊക്കെ ഏത് നിലക്കാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക? ഒപ്പം ഈ രാഹുൽ അഖിലേഷ് സഖ്യ ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു ഘടകം, മായാവതി BSP ഘടകം ഏത് നിലക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കും? യുപിയുടെ ആദ്യം ഞാൻ ശ്രീധരൻ പിള്ളയുടെ ഒരു കാര്യം പറയാനുള്ളത്, പിന്നെ അദ്വാനിയെ മാറ്റി മോഡി വന്നപ്പോഴാണ് BJPക്ക് ഇന്ത്യയിൽ ജയിക്കാൻ പറ്റിയത്. കാരണം അതുപോലെ തന്നെ മുലായങ്കനെ മാറ്റി അഖിലേഷ് യാദവ് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ അതിന്റെ ഒരു അത്ര നിർബന്ധമായിട്ടും യുപിയിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട്, പിന്നെ യുപിയിൽ പോരാട്ടം യഥാർത്ഥത്തിൽ കനത്തിരിക്കുകയാണ്. അതിന് ഒരു ത്രിമാന സ്വഭാവമുണ്ട് ഇപ്പോൾ. പക്ഷേ യുപിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ടും ഫൈറ്റ് SP-യും BJP-യും തമ്മിൽ തന്നെയാണ്. കാരണം BJP ഒരു പ്രധാനപ്പെട്ട മത്സരരംഗത്ത് തന്നെയാണുള്ളത്. അല്ലാതൊന്നും ഞങ്ങൾ നിഷേധിക്കുക അല്ലെങ്കിൽ BJP-യുടെ ശക്തി കുറച്ചു കാണുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷേ പിന്നെ SP-യുടെ ഈ പുതിയ മുഖത്തോടു കൂടിയുള്ള SP, അതുപോലെ തന്നെ കോൺഗ്രസുമായി കൈപിടിച്ചുകൊണ്ടുള്ള SP, ആ SP യഥാർത്ഥത്തിൽ BJP-ക്ക് ഒരു ഭീഷണിയായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. കാരണം കോൺഗ്രസ് എന്നും ഒരു സവർണ വോട്ട് ബാങ്കിന്റെ കൂടെയാണ് ഇപ്പൊ നിലവിൽ യുപിയിലുള്ളത്. അതിന്റെ ദളിത് ഫേസും അതിന്റെ മുസ്ലിം ഫേസും ഒക്കെ തന്നെ ഒരുപാട് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ അല്പമെങ്കിലും കോൺഗ്രസിന് പിന്നെ സ്വാധീനമുള്ളത് ഇപ്പോഴും അപ്പർ കാസ്റ്റ് തന്നെയാണ്. പ്രമോദ് തിവാരി അടക്കമുള്ള അവരുടെ ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാക്കന്മാരും എല്ലാവരും അവരുടെ പേരുകൾ മുഴുവൻ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സവർണ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് കൂടുതലും കോൺഗ്രസിൽ ഇപ്പോഴും ഉള്ളത്. കാരണം സ്വാഭാവികമായിട്ടും BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ മറ്റൊരു സവർണ പാർട്ടി ഇല്ലാത്തതുകൊണ്ട് BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല വോട്ടുകളും ഷിഫ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ BJPക്ക് പറ്റിയ മറ്റൊന്ന് ഡിമോണിറ്റൈസേഷൻ ആണ്. വോട്ട് പിൻവലിച്ചത് പിന്നെ യഥാർത്ഥത്തിൽ ഗ്രാമീണ തലത്തിൽ പോലും വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വോട്ടായി മാറും എന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല. പക്ഷെ അത് അത് ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് പിന്നെ BJPക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ നിലവിൽ യുപിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുപി ഈ സവർണ വോട്ടിന്റെ ഷിഫ്റ്റ് മാറ്റാൻ വേണ്ടി തന്നെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമെന്നുള്ള മുദ്രാവാക്യവുമായിട്ട് വീണ്ടും വരുന്നത്. കാരണം സവർണ വോട്ട് അതേശമോ ശ്രീ വി പരമേശ്വരൻ, ഈ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടാക്കുന്ന കാര്യമാണ്, സംഗതിയാണ് എന്ന് BJPക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നിർണായകമായ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു വാഗ്ദാനം മുന്നോട്ടെല്ലായ്പ്പോഴും രാമക്ഷേത്ര വാഗ്ദാനം BJP മുന്നോട്ട് വെക്കുന്നത്. അതൊരു വോട്ടുണ്ടാക്കുന്ന സംഗതിയാണെന്ന് അവർക്കറിയാം. അത് ഏത് നിലക്കാകും ഉത്തർപ്രദേശിൽ ഫലിക്കുക? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ബാബറി മസ്ജിദ് എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് BJP ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിയത്, പ്രത്യേകിച്ച് യുപിയിൽ. കാരണം അത് തകർത്തപ്പോൾ അത് പിന്നെ ആ അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നെ ഇപ്പോൾ ഉള്ള ഒരു പിന്നെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ആ ബാബറി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം പണിയുമെന്നുള്ളതാണ്. പക്ഷെ ഇത്രയും കാലം BJP പറഞ്ഞപ്പോൾ അതാരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മോഡിയാണ് ഭരിക്കുന്നത്. പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട്, ലോക്സഭയിൽ ഭൂരിപക്ഷമുണ്ട്, രാജ്യസഭയിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ ഭൂരിപക്ഷം മറയുകയില്ലയോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. യുപി ആ തരത്തിലും യുപിയിലെ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യമുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു BJP കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള യുപിയിൽ ജയിച്ചാൽ രാജ്യസഭയിലും ഭൂരിപക്ഷം കിട്ടാവുന്ന ഒരു BJP ആണ് പറയുന്നത് രാമക്ഷേത്രം പണിയുന്നത്. കാരണം സ്വാഭാവികമായിട്ടും പിന്നെ ഒരു അപ്പർ കാസ്റ്റ് വോട്ട് അല്ലെങ്കിൽ ആ ഒരു ഹിന്ദുത്വ വോട്ട് കൂടെ നിർത്താൻ വേണ്ടി BJPക്ക് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അത്. ശ്രീ PM സുരേഷ് ബാബു, രാമക്ഷേത്ര നിർമ്മിക്കുമെന്ന വാഗ്ദാനം അത് ഈ പറയുന്ന അപ്പർ കാസ്റ്റ് വോട്ടുകൾ കോൺഗ്രസിനൊപ്പം കുറച്ചുണ്ട് എങ്കിൽ തന്നെയും അത് സംബന്ധിച്ച് കോൺഗ്രസിനൊന്നും പറയാവുന്നതല്ല. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കോടതിക്കകത്തിരിക്കുന്ന കാര്യമാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. രാമക്ഷേത്രം നിർമ്മാണം ഞങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ഇന്നും അമിത്ഷാ ഞങ്ങൾക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ തോതിൽ വോട്ടായി തന്നെ തീരും
എന്ന് കാണേണ്ടതല്ലേ? അത് ഉത്തർപ്രദേശിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളെ അതിനിർണായകമായി ബാധിക്കുന്ന രാഷ്ട്രീയ വിഷയമാണ് രാമക്ഷേത്ര നിർമ്മാണ വാഗ്ദാനം എന്നത് കാണാതെ പോകുന്നത് ശരിയാകുമോ? ആ ഒരു നിഗമനത്തിലെത്താൻ പാടില്ലാത്തതാണ്. ഞാനതിന് യോജിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്താണല്ലോ രാമക്ഷേത്രം പണിയേണ്ടത്. ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്തിന് ശേഷം, ആ തകർത്ത വർഷത്തിന് ശേഷം നിരവധി തിരഞ്ഞെടുപ്പുകളും നിരവധി വർഷങ്ങളും കഴിഞ്ഞു പോയിട്ടും അതിലേക്ക് നീങ്ങാൻ കഴിയാതിരിക്കുന്നതും അത് ചെയ്യാതിരിക്കുന്നതും ഇപ്പോഴതിനൊരു മറ്റൊരു വ്യാഖ്യാനം നിയമപരമായ നടപടികളിലൂടെ മാത്രമേ നടത്തൂ എന്ന് പറയുന്നത് ഈ ഒരു വോട്ട് പിടിക്കുക എന്ന അപ്പർ കാസ്റ്റ് ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ടിന് ഏതെങ്കിലും തരത്തിലൊരു ഷിഫ്റ്റ് ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശം വെച്ച് മാത്രമാണെന്ന ബോധ്യം ഇപ്പോൾ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമായി ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയിക്കാൻ കഴിയുന്നില്ല. മറിച്ച് 2014 തെരഞ്ഞെടുപ്പിൽ അത് പറഞ്ഞപ്പോൾ കുറേ വോട്ട് കിട്ടി. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അദ്വാനിയല്ല, മോഡിയാണ്, എന്തും ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ പ്രധാനമന്ത്രിയാക്കിയാൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നുള്ള ധാരണയുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു 3 വർഷക്കാലം പൂർത്തീകരിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ പോലും അതിലേക്ക് നീങ്ങിയിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അമിത്ഷായും മോഡിയും കൂടി അത് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ജനങ്ങൾ ഉണ്ടാവുകയില്ല. അത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന നിലക്ക് മാത്രമേ അതിനെ ജനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. പക്ഷെ ഞാനിത് ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിങ് ആക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മുടെ സമൂഹത്തിനകത്ത് ഒരു മത ജാതി വികേന്ദ്രീകരണങ്ങളിലൂടെ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാകുന്നതിനേക്കാൾ പരാജയം ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അത് മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നു. മറിച്ച് അതുകൊണ്ടാണല്ലോ പക്ഷേ ഒരു വിധത്തിലും പരാജയം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ടും UPയിൽ കോൺഗ്രസ്. അവിടെ ഉണ്ടാകുന്ന പരാജയം നരേന്ദ്രമോദിയുടെയും BJPയുടെയും അതിശക്തമായ മുന്നോട്ട് പോക്കിനാണ് കാരണമാവുക എന്നറിയാവുന്ന കോൺഗ്രസ് സ്വാഭാവികമായും ഏത് നിലക്കും വിജയിക്കണം എന്ന നിലപാടായിരിക്കുമല്ലോ സ്വീകരിക്കുക. ശ്രീ ശ്രീധരൻപിള്ള, 2 കാര്യങ്ങൾ പരിഗണിക്കണം. ഒന്ന്, അഖിലേഷ് യാദവിൻ്റെ പുതിയ മുഖം. അത് നേരത്തെ ശ്രീ VB പരമേശ്വരൻ പറഞ്ഞു. LK അദ്വാനിയെ മാറ്റി നിർത്തി BJPക്കകത്ത്, രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് തന്നെ ഒരു പുതിയ തലമുറ മാറ്റം എന്ന നിലക്ക് വളരെ ഫ്രഷായൊരു മുഖം കൊണ്ടുവച്ചതിലൂടെയാണ് നരേന്ദ്രമോദിക്ക് വലിയ വിജയമുണ്ടായതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നെന്ന് താങ്കളും നിഷേധിക്കുകയില്ലല്ലോ. അതിന് സമാനമായ സാഹചര്യമാണ് മുലായത്തെ മാറ്റി നിർത്തി അഖിലേഷ്, അതും ഒരു ആഭ്യന്തര പോരാട്ടത്തിൽ അതിശക്തമായി വിജയിച്ച് വന്നിരിക്കുന്ന അഖിലേഷ്. അതോടൊപ്പം രാഹുൽ ഗാന്ധി എന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനേതാവും വന്നിരിക്കുന്നു. അത് നിസ്സാരമായ തോതിലായിരിക്കും നിങ്ങളെ ബാധിക്കുക എന്നത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസമായി പോവുകയില്ലേ? ഒരിക്കലും താങ്കളുടെ പരമേശ്വരന്റെ കമ്പാരിസൺ തന്നെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം നരേന്ദ്രമോദിയെ പോലെ ഒരു പുതിയ ആളായിട്ടല്ല അവിടെ അഖിലേഷ് യാദവിനെ അവതരിപ്പിക്കപ്പെട്ടുള്ളത്. എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ച് തുരുമ്പ് പിടിച്ചെന്ന് പറഞ്ഞാൽ സുരേഷ് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഉപയോഗിച്ചിട്ട് പഴകിപ്പോയ ഒന്നാണ് രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യം ആർക്കും അറിയാത്തത്. എത്ര തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടുത്തെ ചാർജ് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് രണ്ടും ആളുകളുടെ ആന്റി ഇൻകംബൻസി ഫാക്ടറിലേക്ക് എത്തുന്ന ഒരു ഘടകമാണ്. കാരണം ജംഗിൾ രാജ് നിലവിലുള്ള ഒരു അവിടെ നിയമവാഴ്ചയിലും എല്ലാം പൂർണ്ണമായി പരാജയപ്പെട്ട, വികസനം തന്നെ വേണ്ടത്ര എത്തിപ്പെടാതെ ഒരു പരാജിതനായ ആളാണ് അവിടുത്തെ അഖിലേഷ് യാദവ്. ചെറുപ്പക്കാരനാണെന്നുള്ള ശരിയാണ്, പക്ഷെ അതുകൊണ്ട് മാത്രം ചെറുപ്പക്കാരെ നോക്കിയിട്ടാണോ? അങ്ങനെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ അതിന്റെ ചുമതലക്കാരനായി പടക്കുതിരയായി ഇറങ്ങിത്തിരിച്ചിട്ട് പരാജയപ്പെട്ടയാളല്ലേ? അത് ചെറുപ്പമായിരുന്നില്ലേ? ഇപ്പൊ അതായത് വയസ്സ് കൂടുകയല്ലേ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇതല്ല പ്രശ്നം. അവിടെ പരാജയപ്പെട്ട കാരണം 71 സീറ്റ് കിട്ടിയെന്ന് പറയുന്ന അവസരത്തിൽ എന്താണ് അവിടെ അന്നക്കാലത്ത് ചെയ്ത മോഡസ് ഓപ്പറാണ്ടി എന്നുള്ള കാര്യം ഞങ്ങൾ BJPയുടെ ആൾക്കാർക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകളുടെ വീടുകളിൽ പോയിട്ട് പട്ടികജാതിക്കാരെ, പട്ടികവർഗക്കാരുടെ ഒക്കെ വോട്ടുകളാണ് കൂടുതലായിട്ട് കിട്ടിയത്. അന്നും കുറച്ച് കോൺഗ്രസിനെ സഹായിച്ചത് അപ്പർ കാസ്റ്റാണ്. ആ അപ്പർ കാസ്റ്റ് ഇപ്പോഴ് ഈ തരത്തിലുള്ള യാദവ സമുദായ മുലായം സിംഗിന്റെ ജാതി രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് എപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടോ? സുരേഷ് ബാബു, ജാതീയമായിട്ട് വോട്ട് വിഭജിക്കപ്പെടുന്ന ആ നാട്ടിൽ അത് നിങ്ങൾക്ക് അനുകൂലമല്ല. ഭരണാധികാരി എന്ന നിലയിൽ എന്തായാലും അഖിലേഷ് യാദവിനെതിരെ ഉണ്ടാകാവുന്ന ഒരു വിരുദ്ധ വികാരമുണ്ട്, ഭരണവിരുദ്ധ വികാരം.
അതവിടെയുണ്ട്. പിന്നീട് രാഹുൽ ഗാന്ധി ഇതേക്കാൾ ചെറുപ്പമായിരുന്ന കാലത്ത്, ഇതേക്കാൾ ഫ്രഷായിരുന്ന മുഖമായിരുന്ന കാലത്ത് നയിച്ച തെരഞ്ഞെടുപ്പുകളെല്ലാം തോറ്റയാളാണ്. അല്ല, ഞങ്ങളിതിനകത്ത് ഒരു കാര്യം വളരെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ഭാഗത്ത് നയിക്കുന്നത് അഖിലേഷ് യാദവാണ്. ആ അഖിലേഷ് യാദവിൻ്റെ കൂടെയാണ് കോൺഗ്രസ്. ഞാനൊരു വസ്തുത പറയാം. ഞാൻ ഇത്രയും കാലം ഒരു വലിയ അവകാശവാദമൊന്നും ഉന്നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ടാണ്. 29% വോട്ട് അഖിലേഷ് യാദവിനുണ്ട്, 11% വോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. രണ്ടും കൂടി കൂട്ടിയാൽ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ട് കുറയും, ചിലപ്പോൾ കൂടുതൽ കോമ്പിനേഷൻ വരുമ്പോൾ കുറച്ച് വർദ്ധിച്ചു എന്ന് വരും. എന്തായാലും സ്റ്റാറ്റിക്കായി നിൽക്കുന്നത് 40% വോട്ടാണ് UP രാഷ്ട്രീയത്തിൽ ഈ സഖ്യത്തിനുള്ളത്. ബാക്കിയുള്ളത് 60% വോട്ടാണ്. ആ 60% വോട്ടിൽ എത്രയെങ്കിലും ചെറുതല്ല, 10-20 ഇടയിലുള്ള ശതമാനം വോട്ടുകൾ BSPക്ക് കൊണ്ടുപോകും. BSP കൊണ്ടുപോകുന്ന ഒരു തർക്കമില്ലാത്തതാണ്. അപ്പോൾ ആ ബാക്കിയുള്ള 60% നിന്ന് വിഭജനമുണ്ടായി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വിജയത്തിനെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതെല്ലാം ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. എവിടെയെങ്കിലും പാളിപ്പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അതായത് ഈ ഒന്നും കൂട്ടിയാൽ രാഷ്ട്രീയത്തിൽ രണ്ടല്ല എന്ന് പറയുന്നത് പോലെ അതോടൊപ്പം ഈ 40% വോട്ട് കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും കൂടിച്ചേർന്നുണ്ട് എന്ന് നമ്മൾ കണക്ക് നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഈ 11% കോൺഗ്രസ് വോട്ടുകൾ സമാജ്വാദി പാർട്ടിയിലേക്ക് വരുമോ എന്ന കാര്യത്തിലെ സംശയമാണ് നേരത്തെ ശ്രീ പരമേശ്വരൻ സൂചിപ്പിച്ചത്. അതായത് പരമ്പരാഗതമായി സമാജ്വാദി പാർട്ടിയോട് എതിർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയെ ഇഷ്ടമല്ലാത്ത കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഈ സഖ്യം മേൽത്തട്ടിൽ ഉണ്ടാക്കി വെച്ചതുകൊണ്ട്, അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചിരുന്നതുകൊണ്ട് ആ വോട്ട് 11%-ഉം 29% ചേർന്ന് 40 ആകും എന്ന കണക്കിലേക്ക് എത്താനാകുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് ആയിട്ടുള്ള ഈ ഉന്നത ജാതിയിൽപ്പെട്ട ആളുകൾ, വലിയ ജാതിയിൽപ്പെട്ട ആളുകൾ രാമക്ഷേത്ര നിർമ്മാണ വാഗ്ദാനത്തിൽ മയങ്ങി അങ്ങോട്ട് പോയിക്കൂടെ എന്ന രാഷ്ട്രീയ സാധ്യത. ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ BJPക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ വരിക എന്ന് മനസ്സിലാക്കുകയാകില്ലേ കുറെ കൂടെ എളുപ്പം? ആ അരിത്മെറ്റിക് കറക്റ്റാണ്. അത് അങ്ങനെയാണത് വരിക. പക്ഷേ ഞങ്ങൾ പോയിന്റ് ചെയ്യുന്നത് ഞങ്ങളുടെ 11% വോട്ടുകൾ, ആ 11% നേരത്തെ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് ശ്രീധരൻപിള്ള പറഞ്ഞല്ലോ, ആ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ, പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, ആ സ്ഥാനാർത്ഥിയെ പ്രൊജക്റ്റ് ചെയ്ത് വന്നു, ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞു, എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം സറണ്ടർ ചെയ്തു എന്നൊക്കെ പറഞ്ഞെന്ന് കളിയാക്കിയിരുന്നല്ലോ. ഞങ്ങൾ ആ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷമായി എടുത്തിരുന്നവർക്ക് ഈ 11% വോട്ട് ആരോടും കൂടാതെ തന്നെ 12-15% വോട്ടാക്കി വർദ്ധിപ്പിക്കുന്നതിന് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രചാരണങ്ങളുമായി നടന്ന് വോട്ട് ബേസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും ഈ മുന്നണിക്കകത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി അവരിലേക്ക് അത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ പാർട്ടി മെഷീനറിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കളിയാക്കാതിരിക്കുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും നല്ലത്. തൊട്ടടുത്ത് കിടക്കുന്ന പഞ്ചാബിൽ ഈ പറഞ്ഞ ഇന്ത്യ രാജ്യം സർവ പരിജ്ഞാനത്തോടു കൂടി ഭരിക്കുന്ന BJPയുടെ അവസ്ഥ എന്താ? അവിടെ പഞ്ചാബിലെ സ്ഥിതി എന്താ നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞ 60 വർഷക്കാലത്തെ ഞങ്ങളുടെ ഭരണപരമായ നേട്ടകോട്ടങ്ങളെ കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ആ യാഥാർത്ഥ്യത്തിന് അനുകൂലമായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ BJPക്ക് ഉണ്ടാകുന്ന വിരളിയാണ് ഈ പരാമർശങ്ങൾക്കൊക്കെ അടിസ്ഥാനം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UPയിൽ BJP കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന വിജയപ്രതീക്ഷയോടുകൂടി നമുക്കിത് അവസാനിപ്പിക്കാം. ശ്രീ ശ്രീധരൻപിള്ള, അങ്ങേയറ്റം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് കോൺഗ്രസ് എന്ന് നരേന്ദ്രമോദി, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെയും കാലിനടിയിലൂടെ മണ്ണൊലിച്ചു പോവുകയാണല്ലോ. ഏത് വിധേനയെങ്കിലും പിടിച്ചു നിൽക്കണം എന്ന ആഗ്രഹം ആ രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാകുമല്ലോ. UP അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. UPയിൽ തോറ്റാൽ പിന്നെ ഇല്ല എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് രണ്ടാമത്തെ കക്ഷിയായിട്ടും ഒരുപാട് സീറ്റ് വ്യത്യാസമുള്ള രണ്ടാമത്തെ കക്ഷിയായി നിന്നിട്ടാണെങ്കിലും അഖിലേഷ് യാദവിനൊപ്പം നിന്ന് പോരാടി വിജയിക്കുക എന്ന തോന്നൽ അവർക്കുണ്ടാകും. അതിനുവേണ്ടി എല്ലാ ശ്രമവും അവർ നടത്തും. രണ്ടാമത്തെ കാര്യം, നമ്മൾ പരിഗണിക്കാതെ പോയൊരു കാര്യം പ്രിയങ്ക ഗാന്ധിയുടെ വരവാണ്. അത് ഒരുപക്ഷെ BJPയുടെ നേതാവ് എന്ന നിലയിൽ താങ്കൾ ചിരിച്ചു തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ അപ്പോൾ തന്നെയും പ്രിയങ്ക ഗാന്ധി വരുമോ എന്ന ഒരു ചർച്ച സംഘടിപ്പിക്കാനെങ്കിലും അവിടെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണം അവർക്കുണ്ടാകുമോ? ഭയപ്പെടേണ്ടതുണ്ടോ അക്കാര്യത്തിൽ?
പ്രിയങ്ക ഗാന്ധി മുമ്പ് അവിടുത്തെ അവരുടെ കോൺഫറൻസുകൾ 2 ഡിസ്ട്രിക്റ്റുകളിലെ പ്രധാനമായ അതിന്റെ സ്റ്റാർ ക്യാമ്പയിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഇതെല്ലാം മീഡിയകളെ, ഞാൻ മീഡിയകളെ കുറ്റപ്പെടുത്തുകയല്ല, ചില മീഡിയകളിലെ കാരണം ഒരു പഴയ പാർട്ടി എന്നുള്ള ഒരുപാട് സ്വാധീന മേഖലയുണ്ട് മീഡിയകളിലൊക്കെ. അങ്ങനെ അവർ ഒരു ഇറക്കി വിടുന്ന ഒരു കുപ്രചരണം എന്നുള്ളതിന് അപ്പുറത്തൊന്നും കോൺഗ്രസിന്റെ ഗതി ഞാൻ പറഞ്ഞില്ലേ, അപ്പർ കാസ്റ്റ് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്നും പഴയ മുഖ്യമന്ത്രിയെ അവിടെ കാൻഡിഡേറ്റ് ആക്കിയതിന്റെ പിന്നിൽ എന്താണുള്ളതെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. അത് അപ്പടി പോയിട്ട് മറ്റേ ഒരു ജാതി സംഘടനയ്ക്കൊണ്ട് സറണ്ടർ ചെയ്യുമ്പോൾ നാളെ കേരളത്തിലെ 2 പ്രബല സമുദായങ്ങൾ NSS, SNDP അല്ലെങ്കിൽ ഈഴവ നായർ, ഈ 2ഉം കൂടെ യോജിച്ചു പോകുന്നതിന് പലപ്പോഴും തടസ്സമുള്ള ഒരു സ്റ്റേറ്റല്ലേ കേരളം. ഇവിടെ 2ഉം കൂടെ ചേർത്തിട്ട് നാളെ ഒരു മുന്നണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ അത് മുഴുവൻ 1+1 2 നമ്പർ കണക്ക് കൂട്ടുന്നതാണ് മല്ലപ്പുടിക്കാരന്റെ സ്വപ്നമാണ്. ഏതായാലും ഇതൊന്നും അല്ല പ്രശ്നം. കേന്ദ്രത്തിലെ ജനങ്ങൾക്ക് ഈ ബഡ്ജറ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഒരുപാട് അടിസ്ഥാന വർഗത്തിന് വേണ്ടി അടിസ്ഥാനപരമായിട്ട് ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കൺസെപ്റ്റിലേക്ക് പോകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 69 കൊല്ലം നീതി നിഷേധിക്കപ്പെട്ട ജംഗിൾ രാജായി ഉത്തർപ്രദേശിനെ മാറ്റുന്നതിനെതിരായിട്ട് അവിടെ ശക്തമായിട്ട് വരും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് BJPക്ക് ഉള്ളത്. വളരെ നന്ദി ശ്രീ ശ്രീധരൻ പിള്ള, ശ്രീ PM സുരേഷ് ബാബു, ശ്രീ VB പരമേശ്വരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.